ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്ലൂബെറി ക്രിസ്പാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ വിളിക്കുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്കിത് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് വീഡിയോ കാണാവുന്നതാണ്. ഞാൻ അതിനുവേണ്ടി ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള 750 ഗ്രാം ബ്ലൂബെറി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 1/4 കപ്പ് പഞ്ചസാര, 2 ടീസ്പൂണ് ലൈം ജ്യൂസ്, 1/4 കപ്പ് കോൺഫ്ലവർ, ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ബ്ലൂബെറി ചെറിയ പുളിയുള്ള ഫ്രൂട്ട്സാണ്. അപ്പോൾ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ രീതിയിൽ പഞ്ചസാര ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മാരിനേഷൻ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് അത് ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബൗളിലേക്ക് 2 കപ്പ് മൈദ, 2 കപ്പ് ഓട്സ്, 1 കപ്പ് യെല്ലോ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ, 1 കപ്പ് ബട്ടർ, ഇത്ര ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓവനിൽ 10 മിനിറ്റ് 150 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ മെൽറ്റായിട്ട് ഒഴിക്കാവുന്നതാണ്, കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു പരിവായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് വീണ്ടും 2 കപ്പ് ഓട്സും കൂടി ഇട്ട് കൊടുക്കാം. അതിന് നമുക്ക് നന്നായിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നന്നായിട്ട് മിക്സ് എടുത്താൽ മതി. ഈ കിടന്ന് നന്നായിട്ട് മിക്സ് എടുത്ത് ഈ പരിവായി കഴിയുമ്പോൾ നമുക്ക് ആ ചെറിയുടെ മുകളിലോട്ട് ഇതുപോലെ വെതറി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഫുള്ള് ഈ രീതിയിൽ നമുക്ക് ഇതുപോലെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പം മുകളിലോട്ട് മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓവനിൽ ബേക്ക് ചെയ്യേണ്ടി വയ്ക്കാം. 25-30 മിനിറ്റ് 150 ഡിഗ്രിയാണ് നമ്മൾ ബേക്ക് ചെയ്യണത്. അപ്പോൾ ഞാനിപ്പോൾ 30 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ നന്നായിട്ട് ബേക്കായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് മോൾ ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, ചെറുതായിട്ട് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബ്ലൂബെറി ക്രിസ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്തായാലും തോന്നുന്നത് ഉണ്ടാക്കി നോക്കുക. ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ബ്ലൂബെറി ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ബ്ലൂബെറി ക്രിസ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.